പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേമ്പരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ മുന്നിൽ വരുമ്പോൾ നമ്മൾ പലപ്പോഴും അത് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും, അല്ലേ? ആക്ച്വലി അങ്ങനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പ്ലേറ്റിനകത്തോട്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എല്ലാം കൂടി ഇട്ടുകൊണ്ട് കറക്കുന്ന പോലെയാണ്. അതായത് നമ്മളെ കൊണ്ടൊന്നും വലുതായി കഴിയത്തില്ല ദൈവമക്കളെ. ഗോഡ് ഹാസ് എ പേർപ്പസ് ഫോർ ഓൾ ഓഫ് us. ഒരു പെർഫെക്റ്റായിട്ടുള്ളൊരു ലൈഫ് എത്ര ഡെസ്പറേറ്റായിട്ട് നാം അന്വേഷിച്ച് നടന്നാലും ഈ പാത്രത്തിൽ കിടന്ന് കറങ്ങുന്ന പോലെ ഇരിക്കും. അതുപോലെ നല്ല ഉറപ്പോടെ അത് നിൽക്കണമെങ്കിൽ നമുക്ക് യേശു കർത്താവുമായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് വേണം. എന്തുണ്ടെങ്കിലും നമുക്ക് അവനെ വിളിച്ചപേക്ഷിക്കാൻ പറ്റും. ഏത് കയോസ് വന്നാലും അതിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ദൈവത്തെ വിളിച്ചാൽ അവനത് കേൾക്കും. ഈ 40 നേരത്തെ ചിന്തയ്ക്കായിട്ട് റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ. നാം ദൈവമക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലും അവകാശികളും ആകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. നമ്മളൊക്കെ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ എല്ലാ കാര്യങ്ങളും എന്ത് സിമ്പിളായിരുന്നല്ലേ. നമുക്ക് രാവിലെ ഉണരണം, പേരൻസ് പറയുന്നതൊക്കെ അനുസരിക്കണം. വളരെ ഫണ്ണോട് കൂടിയൊരു ജീവിതമായിരുന്നു, അല്ലേ? ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ, എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും, അല്ലേ? ആകെപ്പാടെ ഒരു വറി വരുന്ന എപ്പോഴാണ്? നമുക്കിഷ്ടമില്ലാത്തൊരു ഭക്ഷണം ഡിന്നറിന് വേണ്ടി ഉണ്ടാക്കി കിട്ടുമ്പോൾ അത് മുഴുവൻ നാം തീർക്കണമെന്ന് പറഞ്ഞ് നമ്മെ നിർബന്ധിച്ച് കഴിപ്പിക്കാൻ അതിൻ്റെ മുമ്പിൽ കൊണ്ടിരുത്തുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ ഇതിനകത്തുനിന്ന് രക്ഷപ്പെട്ട് പുറത്തോട്ടൊന്ന് കളിക്കാൻ പോയിരുന്നെങ്കിലെന്ന്, അല്ലേ? അപ്പോൾ നമ്മുടെ ആ ഇന്നസെൻസിൽ, നമ്മുടെ ആ സ്വീറ്റായിട്ടുള്ള ആ സ്വാതന്ത്ര്യത്തിൽ ഒരു കുഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട എല്ലാ നന്മകളും സന്തോഷങ്ങളും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടല്ലേ. എന്നാൽ നാം പ്രായമാവുമ്പോൾ അതൊന്നും നമുക്ക് പറ്റാതെ വരിക. നമ്മൾ വളർന്നു, അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം വന്നത്. അപ്പം ഈ ഗ്രോയിങ് അപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ റോൾസ് കൂടി, നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടി, ഫണ്ണൊന്നും തന്നെ ജീവിതത്തിൽ കാണത്തില്ല. തന്നെയല്ല, റെസ്റ്റ് ചെയ്യാനും അങ്ങനെ കഴിയത്തില്ല. ഏതെല്ലാം റോൾസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെയാണ് നാം പിക്കപ്പ് ചെയ്തിരിക്കുന്നത്, അല്ലേ? അതായത് ജീവിതത്തിൽ ബാലൻസ് കിട്ടാതെ വണ്ണം റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഒരു പാത്രത്തിലിട്ട് സ്പിന്ന് ചെയ്യുന്നത് പോലെ. കുഞ്ഞ്, നിൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളാൽ നീ വിഷമിക്കുകയാണോ? നീ കറങ്ങുകയാണോ? നിനക്കൊരു ബ്രേക്ക് എടുക്കാൻ പറ്റുന്നില്ലേ? ബ്രേക്ക് എടുത്താൽ ഈ പാത്രം താഴെ പോകുമെന്ന് നിനക്കറിയാം. അതുകൊണ്ട് അതിന് നിനക്ക് കഴിയുന്നില്ല, അല്ലേ? നമ്മളൊക്കെ നമ്മുടെ ചുറ്റും കയോസ് ഡെവലപ്പ് ചെയ്യും. പക്ഷേ നമ്മൾ ഗ്രോണപ്സ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും. നമ്മളതിന് റെസ്പോൺസിബിൾ ആണെന്ന് നമുക്ക് തന്നെ അറിയാനും പറ്റും. നാം നമ്മോട് തന്നെ സത്യസന്ധത കാണിക്കുകയാണെങ്കിൽ ഇതിനകത്ത് അഹന്ത കൊണ്ട് ഒന്നും വരാനില്ല. നമ്മൾ ചിന്തിക്കും നമ്മൾ ചെയ്യുന്നതെല്ലാം റൈറ്റാണ്, നമ്മൾ റൈറ്റ് വേയിലാണ് പോകുന്നതെന്നൊക്കെ. എല്ലാം എടുത്ത് തലയിലോട്ട് വെക്കരുത് കേട്ടോ. നമ്മൾ കെയർ ഫ്രീ ആയിട്ട് നടക്കാനുമല്ല ഞാൻ പറയുന്നത്. നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി മറന്നു പോകരുത്.
ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം ഇങ്ങനെ പറയുന്നു. ഗലേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 20, 19 and 20. എന്നാൽ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറൊരുത്തിനെയും കണ്ടില്ല. ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഭോഷ്കല്ല എന്നതിന് ദൈവം സാക്ഷി. നാം നമ്മളോട് തന്നെ ഹോണസ്റ്റ് ആയിരിക്കണം. നാം അഹങ്കാരം ഒട്ടും പുറത്ത് കാണിക്കാൻ പാടില്ല. നമ്മുടെ ആ കെയർ ഫ്രീ സെൽഫിനെ നാം മറന്നു പോകും. അങ്ങനെ വരുമ്പോൾ നാം നമ്മുടെ ഐഡൻറ്റിറ്റിയെ മറന്നു പോകാറുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യം, നമ്മുടെ ജോലി, നമ്മുടെ ഹോബി, നമ്മുടെ പ്രത്യാശകൾ, നമ്മുടെ സ്വപ്നങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ സംഗതികളുടെയും ചുറ്റും കിടന്ന് നാം റിവോൾവ് ചെയ്യേണ്ടി വരും. എന്നാൽ നാം നമ്മെ തന്നെ നോക്കി, നാം ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും കണക്കും വിലയും പറയാൻ പോണ്ട. നാം നമ്മെ തന്നെ നോക്കി നമ്മുടെ ഇൻറ്റേർണൽ സെൽഫിനെ ശാന്തമാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൈവത്തിൻ്റെ കരുണ നമുക്ക് പ്രാപിക്കാൻ പറ്റും. നമ്മുടെ കോർ ഐഡൻറ്റിറ്റി എന്തുവാ? നാം ഒരു ദൈവ പൈതല എന്നുള്ളതാണ്. നമുക്കൊരു ജീവിതം ഒരു കുഞ്ഞ് പൈതലിനെ പോലെ ജീവിക്കാൻ പറ്റണം. കാരണം നമ്മളൊരു ഫാദറിൻ്റെ മക്കളാണ്, ദ ഹെവൻലി ഫാദർ. ദൈവം നമ്മളെ വിളിക്കുന്നത് അവനിലുള്ള നമ്മുടെ ഐഡൻറ്റിറ്റി നാം ഓർക്കണം. പ്ലേറ്റ്സ് ഇങ്ങനെ സ്പിന്ന് ചെയ്യുമ്പോഴും ചിലതൊക്കെ മറിഞ്ഞു വീണ് ജീവിതത്തിൽ നിന്ന് പോകുന്ന പോലത്തെയുള്ള അവസരങ്ങൾ കടന്നു വന്നാലും ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ അവൻ നമ്മളെ കണ്ടതാണ്. അവൻ നമ്മുടെ പുറത്തെ ജീവിതം മാത്രമല്ല കാണുന്നത്, നമ്മുടെ അകത്തെ ജീവിതവും അവൻ കണ്ടുകൊണ്ടായിരിക്കുന്നത്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം ഇങ്ങനെ പറയുന്നു. ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഐഡൻറ്റിറ്റി അവനിലുള്ളത് ഒരിക്കലും മറന്നു കളയരുത് കേട്ടോ. ഞാനിപ്പോൾ വായിച്ച വാക്യം പോലെ നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് ഒരു നല്ല അറിവ് കാണുക തന്നെ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നാം ഹോണസ്റ്റായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ചെയ്യാതെ നടക്കുന്ന അവസ്ഥയല്ല. നമ്മൾ ഹോണസ്റ്റായിട്ട് നമ്മുടെ എല്ലാ റെസ്പോൺസിബിലിറ്റി ഗീവപ്പ് ചെയ്യാതെ ചെയ്തുകൊണ്ടെടുത്തിരിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പ്ലേറ്റ് താഴെ പോയി അങ്ങ് പൊട്ടിയാൽ എന്ത് ചെയ്യും? വേറൊരു വിധത്തിൽ പറഞ്ഞാൽ നാം നമ്മെ തന്നെ തോൽപ്പിച്ചു, ഭാവിയിൽ നാം നമ്മെ തന്നെ തോൽപ്പിക്കുകയാണെന്നൊരു തോന്നൽ നിന്നെ ഭരിച്ചാൽ മറ്റുള്ളവർ കുഞ്ഞെ നിന്നെ തോൽപ്പിക്കത്തില്ല. അതോർത്ത് ഭാരപ്പെടാതെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. തോൽവിയുടെ ഓപ്പോസിറ്റിലേക്ക് നാം നോക്കണം. ഓപ്പോസിറ്റ് ഓഫ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ വിന്നിങ് ഓർ സക്സീഡിങ്, ജയമാണ്. എന്നാൽ ഞാൻ പറയട്ടെ, വാസ്തവത്തിൽ തോൽവിയുടെ ഓപ്പോസിറ്റ് ആശ്രയമാണ്. ഈ ലോകത്തിൽ പലപ്പോഴും നാം തോക്കുന്നത് നമ്മുടെ ആശ്രയത്തിന് യോഗ്യതയല്ലാത്ത, വേദിയല്ലാത്ത ചിലതിലൊക്കെ നാം കൊണ്ടുപോയി നമ്മുടെ ട്രസ്റ്റ് ഇടുന്നത് കൊണ്ട്. ദൈവമക്കളെ, റിയാലിറ്റിയിൽ സ്ക്രിപ്ചർ ഒരിക്കലും പറയുന്നില്ല നമ്മൾ ക്രൈസ്റ്റ് ഫോളോവർ ആണെങ്കിൽ നമ്മളെപ്പോഴും ജയിക്കുമെന്ന്. ഞാൻ പറയട്ടെ, നമ്മുടെ ട്രസ്റ്റ് യഹോവയിൽ ഇടുക. തോൽവി വന്നാലും ജയം വന്നാലും നമ്മുടെ ട്രസ്റ്റ് യഹോവയിൽ തന്നെ. പത്രോസ്
ഒരു ഉദാഹരണം പറയുന്നുണ്ട്. നമ്മുടെ ഐഡൻറ്റിറ്റിയെ റീപ്ലേസ് ചെയ്താലുള്ള വിഷയം. യേശു കർത്താവിൻ്റെ ഒരു ശിഷ്യനായിരുന്നു പത്രോസ്. അവൻ മീൻപിടുത്തക്കാരനായിരുന്നു. പക്ഷേ യേശു കർത്താവിനെ ക്രൂശിച്ച് കഴിഞ്ഞിട്ട് അവൻ തൻ്റെ ഓൾഡ് ഐഡൻറ്റിറ്റിയിലേക്ക് അങ്ങ് മടങ്ങിപ്പോയി. എന്നാൽ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കലേക്ക് നടങ്ങി വന്നപ്പോൾ പീറ്റർ പറഞ്ഞു, അവൻ മീൻ പിടിക്കാൻ പോവുക. യേശുവും ഓർത്തു, യേശുവിനെ ഫോളോ ചെയ്യുന്നതിന് പകരം അവൻ മീൻ പിടിക്കാൻ പോവുക. അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഒരു മീനും അവന് കിട്ടാതെ ഇരിക്കുക. ക്രൈസ്റ്റ് റിയലൈസ്ഡ് who he was as a follower of Jesus. പക്ഷെ ഒന്ന് കേട്ടെ, യേശു കർത്താവ് പത്രോസിൽ ഡിസപ്പോയിൻറ്റഡ് അല്ലായിരുന്നു. അവനെ മറന്നു കളഞ്ഞില്ല, അവനെ അബാൻഡൻ ചെയ്തിട്ടുമില്ല. യേശു കർത്താവ് വിശ്വസ്തനായിട്ട് നിന്നു. നമുക്ക് നമ്മുടെ ആശ്വാസവും വിശ്വാസവും എല്ലാം അർപ്പിക്കാൻ പറ്റിയൊരു ആളാണ് നമ്മുടെ യേശു കർത്താവ്. ഈ പ്ലേറ്റ് സ്പിന്ന് ചെയ്ത് പൊട്ടുക എന്നുള്ളത് അത്ര വലിയ ചീത്ത കാര്യമൊന്നുമല്ല. അങ്ങനെ വന്നാൽ നമുക്ക് നമ്മുടെ പേഴ്സ്പെക്റ്റീവിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഏതെല്ലാം കയോസ് വന്നാലും അതിനെയൊക്കെ ഒന്ന് നോക്കിക്കാണാനായിട്ട് പറ്റും. അത് തീർച്ചയായും നമ്മുടെ ഗുണത്തിന് തന്നെയാക്കി തീർക്കും. നമുക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്തെടുപ്പാൻ തക്കവണ്ണം. മുമ്പിൽ തോൽവി വരുമെന്നോർത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിലെ ജീവിതത്തിലൊരു തോൽവി വന്നാലും അത് ദൈവം തരുന്നൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണണം. നിൻ്റെ ആശ്രയം അവനിലൊന്ന് അർപ്പിച്ചേ. നിൻ്റെ പെർസ്പെക്റ്റീവ് ഒന്ന് റീഫോക്കസ് ചെയ്തേ. നമ്മളെ ഒരിക്കലും തോൽപ്പിക്കാത്തവനെ അവന് കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ജയം മാത്രം ഞങ്ങൾക്ക് തരുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ കർത്താവ് ചെയ്യുന്നതെല്ലാം നന്മയ്ക്കാണെന്നും നിൻ്റെ ദയ ഞങ്ങളുടെ ആശ്വാസത്തിനായിട്ട് ഭവിക്കണമെന്നും ഒക്കെ കർത്താവെ ഞങ്ങൾ ആഗ്രഹിച്ചത് കർത്താവ് അതുപോലെ ചെയ്തെടുപ്പിക്കുവാനാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ സൂക്ഷിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.